ഹായ് ഹലോ ദിസ് ഇസ് അജേഷ് അഗൈൻ. ഇത് നമ്മുടെ CUET ഡിസ്കഷൻ എന്ന് പറയുന്നത് എൻ്റെ ഭാഗത്തുനിന്ന് 4-മത്തെയോ 3-മത്തെയോ ആണെന്ന് തോന്നുന്നു. നമ്മളുടെ അടുത്ത CUET ഡിസ്കഷനാണ്. ഇതിൽ കുറച്ച് യൂണിറ്റ് 1ഉം 3യുടെയും കോമ്പിനേഷൻ ആണെന്ന് തോന്നുന്നു. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്, എല്ലാം ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റുന്നതാണ്, ഒരുപാട് കാൽക്കുലേഷൻസ് ഇല്ലാത്തതാണ്. സോ സ്ട്രൈറ്റ് അവേ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ആൻഡ് ദിസ് ഇസ് ഫ്രം ദി ചാപ്റ്റർ സോളിഡ് സ്റ്റേറ്റ്. ഇൻ ഫേസ് സെൻറ്റേർഡ് ക്യൂബിക് ലാറ്റിസ് ദറ്റ് ഈസ് FCC, ദി നമ്പർ ഓഫ് നിയറസ്റ്റ് നെയ്ബേഴ്സ് ദറ്റ് ഈസ് കോർഡിനേഷൻ നമ്പർ ഈസ് 12 അല്ലേ. സിമ്പിൾ ക്യൂബ് 6, ബോഡി സെൻറ്റേർഡ് ക്യൂബിക്ക് 8, FCC ഓർ CCP ആൻഡ് HCP ആൻഡ് ദേ ഓൾ ഹാവ് 12. ഇതാണ് കോർഡിനേഷൻ നമ്പർ 6, 8, 12. സോ ആൻസർ ഈസ് ഓപ്ഷൻ 3. ക്വസ്റ്റ്യൻ നമ്പർ 2. Which of the following compounds show both Frenkel and Schottky defect silver bromide? Answer is option 3 അല്ലേ. അതിൻ്റെ സൈസിൻ്റെയും അതിൻ്റെ അതിൻ്റെ സൈസിൻ്റെയും കോർഡിനേഷൻ നമ്പറിൻ്റെയും പ്രത്യേകത ഉള്ളതുകൊണ്ട് രണ്ട് ഡിഫക്റ്റുകളും ഈക്വലായിട്ട് കാണിക്കാൻ പറ്റുന്ന ഒരു സോളിഡാണ് AgBr. Question number 2. The composition of a sample of Woodsite is Fe.93 or what percentage of iron is present in the form of Fe3? Fe3 എന്ന് പറയുമ്പോൾ ഭയങ്കര പെർസെൻറ്റേജ് കുറവായിരിക്കും. അപ്പോൾ ഏറ്റവും പെർസെൻറ്റേജ് കുറവുള്ളത് എന്ന് പറയുമ്പം ഇതിലെല്ലാം ഏകദേശം കുറവ് തന്നെയാണ്. പക്ഷേ ഇത് നമ്മൾ ചെയ്ത് പരിചയപ്പെടുമ്പോൾ ആൻസർ 3 എന്ന് കിട്ടും. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ Fe.93O ആണല്ലോ. അപ്പോൾ ഇതിൽ ഡിഫക്റ്റ് ഇല്ലാത്ത എലമെൻ്റ് എന്ന് പറയുന്നത് ഓക്സിജനാണ്. അപ്പോൾ നമുക്ക് അയാളെ പിടിക്കാം. അപ്പോൾ ഒരു ഓക്സിജൻ്റെ ചാർജ് എത്രയാണ്? ചാർജ് ഓൺ 1 ഓക്സിജൻ എന്ന് പറഞ്ഞാൽ -2 ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ചാർജ് ഓൺ നമുക്ക് ചെയ്യാൻ എളുപ്പത്തിലാണ്. ചാർജ് ഓൺ 100 ഓക്സിജൻ എന്ന് പറഞ്ഞാൽ -200 ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് Fe2+ ഉണ്ട്, Fe3+ ഉണ്ട്. സോ നമ്പർ ഓഫ് Fe2+ നമ്മൾ X എന്നും, അപ്പം നമ്പർ ഓഫ് Fe3+ എന്താണ്? Fe3+ൻ്റെ നമ്പർ 93 - X എന്ന് കൊടുക്കുക. കാരണം ഇവിടെ നിങ്ങൾ പറഞ്ഞു 1 ഓക്സിജനാണ് -2, അപ്പം 100 ഓക്സിജന് -200 ഇവിടെ ശരിക്കും പറഞ്ഞാൽ അപ്പോൾ എത്ര ഉള്ളത്? 93 Fe2+ ഉള്ളൂ. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് Fe2+ൻ്റെയും Fe3+ൻ്റെയും കൂടെ നമ്പർ 93 ആണ്. 0.93 ഞാൻ 93 ആയിട്ട് എടുത്ത് എന്തിനാണെന്ന് നിങ്ങൾക്കറിയാം. ബിക്കോസ് ഓരോ ഓക്സിജനെ ഞാൻ 100 ഓക്സിജനായിട്ട് അസ്യൂം ചെയ്തു. ശരി, കാൽക്കുലേഷൻ എളുപ്പത്തിന് വേണ്ടിയാണ്. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, 2 ചാർജുള്ള X അയോൺസ് ഉണ്ട്. 2 ചാർജുള്ള X അയോൺസും 3 ചാർജുള്ള 93 - X അയോൺസും കൂടെ കൂട്ടിയാൽ +200 കിട്ടണ്ടേ? കാരണം ഈ കോമ്പൗണ്ട് ന്യൂട്രലാണ്. അപ്പം ഓക്സിജൻ്റെ ചാർജ് എല്ലാം കൂടെ -200 ആണെങ്കിൽ Fe2+ഉം Fe3+ഉം കൂടെ കൂടി +200 കാണിച്ചോണം, എന്നാലേ ചാർജ് ന്യൂട്രൽ ആവുള്ളൂ. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 2x + 279 - 3x = 200 എന്ന് വരും. സോ x = 79 വിച്ച് ഈസ് ദി നമ്പർ ഓഫ് Fe2+ എന്ന് വരും. അങ്ങനെയാണെങ്കിൽ Fe3+ൻ്റെ നമ്പർ എത്രയാണ്? 93 - 79 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 14 അല്ലേ. 14 വരും. അങ്ങനെയാണെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് Fe3+ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് Fe3+ ബൈ ടോട്ടൽ നമ്പർ ഇൻറ്റു 100 ആൻഡ് വിച്ച് ഈസ് വെരി ക്ലോസ് ടു 15% എന്ന് കിട്ടിക്കോളും. ഇങ്ങനെ ഏത് പ്രോബ്ലം ചോദിച്ചാലും നിങ്ങൾക്ക് ഈ ഒറ്റ മെത്തേഡിൽ ചെയ്യാം കേട്ടോ. അതായത് 1 ഓക്സിജൻ -2, 100 ഓക്സിജൻ -200, അപ്പോൾ ടോട്ടൽ 93 ആണ് എണ്ണം. ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്തു നോക്കാം. നിങ്ങൾക്ക് സമയം കിട്ടുവാണെങ്കിൽ Ni.98 ഓയിൽ നിക്കൽ 3+ൻ്റെ പെർസെൻറ്റേജും നിക്കൽ 2+ൻ്റെ പെർസെൻറ്റേജും കണ്ടുപിടിച്ചോ കേട്ടോ. നിക്കൽ 2+ൻ്റെ ഏകദേശം 96%, നിക്കൽ 3+ൻ്റെ ഏകദേശം 4% കിട്ടും. നിങ്ങൾ വേണേൽ ചുമ്മാ ഒന്ന് ചെയ്ത് നോക്കിയോ കേട്ടോ. ഇതേ മെത്തേഡ് ചെയ്ത് നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഓർ സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് ഓർ ആർ കറക്റ്റ്? ദി കോർഡിനേഷൻ നമ്പർ ഓഫ് ഈച്ച് ടൈപ്പ് ഓഫ് അയോൺ ഇൻ സീഷ്യം ക്ലോറൈഡ് ക്രിസ്റ്റൽ ഈസ് 8. യെസ്, കറക്റ്റാണ്. കാരണം സീഷ്യം ക്ലോറൈഡ് എന്ന് പറയുന്നത് ഒരു BCC സ്ട്രക്ചർ സോളിഡാണ്. Then a metal that crystallizes in BCC structure has a coordination number of 12. No, BCC ആയതുകൊണ്ടാണല്ലോ 8 വന്നേ. So this is wrong. A unit cell of an ionic crystal shares some of its ions with the other unit cell. Of course it is correct. കാരണം ഒരു യൂണിറ്റ് സെൽ എന്ത് ചെയ്യും? അതിലുള്ള അയോണുകളെ ആണെങ്കിലും ആറ്റങ്ങളെ ആണെങ്കിലും ബാക്കിയുള്ള യൂണിറ്റ് സെല്ലുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. So this is correct. The length of the unit cell in sodium chloride is 552, radius of Na plus 95 picometer and radius of Cl minus is 181 picometer. നിങ്ങൾക്കറിയാം NaCl ടൈപ്പ് സ്ട്രക്ചറുകളിലെ എഡ്ജ് ലെങ്തിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 2 ×
റേഡിയസ് ഓഫ് കാറ്റയോൺ പ്ലസ് റേഡിയസ് ഓഫ് ആനയോൺ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 2 × 95 പ്ലസ് 181 ആണ്. സോ 181 പ്ലസ് 95 6 ആണ്. 276 276 × 2 വരും അല്ലേ. 276 × 2, 2 റിമൈൻഡർ 1, 15 റിമൈൻഡർ 1, 552 പൈക്കോമീറ്റർ എന്ന് വരും. സോ ഇറ്റ് ഈസ് ഓൾസോ കറക്റ്റ്. സോ ആൻസേഴ്സ് A, C, D only. ആൻസർ ഈസ് ഓപ്ഷൻ 4. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 5. An ionic compound is expected to have tetrahedral structure if R plus by R minus lies in the range of, നിങ്ങൾക്കറിയാം R plus by R minusൻ്റെ വാല്യൂ 0.225 to 0.414 ആണ് ടെട്രാഹിഡ്രൽ വോയിഡ് അല്ല, ടെട്രാഹിഡ്രൽ വോയിഡ്. അപ്പോൾ കോർഡിനേഷൻ നമ്പർ 4 ആയിരിക്കും. 0.414 to 0.732 ആണെങ്കിൽ ഒക്ടാഹിഡ്രൽ വോയിഡ് 6. 0.732 to 1 ആണ് എങ്കിൽ ക്യൂബിക്കൽ വോയിഡ് ആണ് ആൻഡ് കോർഡിനേഷൻ നമ്പർ 8. ഇനി 0.155 to 0.225 അല്ലേ ആണെങ്കിൽ പ്ലനാർ വോയിഡ് ആണ് കോർഡിനേഷൻ നമ്പർ 3. ആൻഡ് ലെസ് ദാൻ 0.155 ആണെങ്കിൽ ഇത് ലീനിയർ വോയിഡ് ആണ് കോർഡിനേഷൻ നമ്പർ 2. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റേഡിയസ് റേഷ്യോ റൂള് അല്ലേ. അപ്പോൾ ഇതിൽ ആൻസർ ഏതാ? ടെട്രാഹൈഡ്രൽ സ്ട്രക്ചറിൽ 0.225 to 0.414. ആൻസർ ഈസ് ഓപ്ഷൻ 4. അടുത്തത് മാക്സിമം ഫ്രീസിംഗ് പോയിന്റ് ഫോൾസ് ഇൻ ക്യാംഫർ ആൻഡ് ദിസ് മെത്തേഡ് ഈസ് കോൾഡ് റാസ്റ്റ് മെത്തേഡ്. നിങ്ങൾക്കറിയാം ഏറ്റവും ഫ്രീസിംഗ് പോയിന്റ് താഴേക്ക് വരുന്നത് KFൻ്റെ വാല്യൂ കൂടുമ്പോഴാണ്. മാക്സിമം ഫ്രീസിംഗ് പോയിന്റ് ഫോൾസ് ഇൻ KF വാല്യൂ ഹൈ. KF വാല്യൂ ഹൈ വരുന്നത് ഏറ്റവും കൂടുതൽ ഹൈ വരുന്ന ക്യാംഫറിനാണ്. ക്യാംഫറിൻ്റെ KF ഏകദേശം 40 കെൽവിൻ കിലോഗ്രാംസ് പെർ മോൾ ആണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചോണേ. ഈ മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് റാസ്റ്റ് മെത്തേഡ്. സോ ആൻസർ ഇസ് ഓപ്ഷൻ 1. അടുത്തത് ഈക്വൽ വോളിയം ഓഫ് എത്തിലീൻ ഗൈക്കോൾ ആൻഡ് വാട്ടർ ആർ മിക്സ്ഡ്, മോളിക്കുലാർ മാസ് 62. KF of water is 1.86 Kelvin kilogram per mole. The density of ethylene glycol is 1 gram per ml and that of water is 1 gram per ml. The depression of freezing point produced. അപ്പോൾ അവരാദ്യം കണ്ടുപിടിക്കാൻ ചോദിച്ചത് എന്താണോ അത് ചെയ്ത് അതെ. ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് ഇസ് ഈക്വൽ ടു KF ഇൻറ്റു M. M എന്താണ്? മൊളാലിറ്റി, ദാറ്റ് ഈസ് W2 ഇൻറ്റു 1000 divided by M2 into W1. So this is complete equation for delta TF. KF 1.86 into W2 എന്ന് വെച്ചാൽ വെയിറ്റ് ഓഫ് എത്തിലീൻ ഗ്ലൈക്കോൾ. അത് തന്നിട്ടില്ല, പകരം വോളിയം ഡെൻസിറ്റിയും തന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാം ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം ആണ്. സോ മാസ് ഇസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം. സോ ഇവിടെ നിങ്ങൾക്ക് എഴുതണം W2 എന്ന് വെച്ചാൽ ഡെൻസിറ്റി ഓഫ് എത്തിലീൻ ഗ്ലൈക്കോൾ, ഡെൻസിറ്റി ഓഫ് എത്തിലീൻ ഗ്ലൈക്കോൾ ഇൻറ്റു വോളിയം ഓഫ് എത്തിലീൻ ഗ്ലൈക്കോൾ ഇൻറ്റു 1000 divided by M2 മോളാർ മാസ് ഓഫ് എത്തിലീൻ ഗ്ലൈക്കോൾ 62 ഇൻറ്റു നിങ്ങൾക്ക് വെയിറ്റ് ഓഫ് വാട്ടർ ഇല്ല, അതിന് പകരം ഡെൻസിറ്റിയും വോളിയമാണ്. സോ ഡെൻസിറ്റി ഓഫ് വാട്ടർ ഇൻറ്റു വോളിയം ഓഫ് വാട്ടർ എന്ന് എഴുതാം. വിച്ച് ഈസ് ഈക്വൽ ടു 1.86 ഇൻറ്റു ഡെൻസിറ്റി ഓഫ് എത്തിലീൻ ഗ്ലൈക്കോൾ 1.11 ഇൻറ്റു വോളിയം V, ബിക്കോസ് ഈക്വൽ വോളിയം എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ 62 ഇൻറ്റു ഡെൻസിറ്റി ഓഫ് വാട്ടർ 1 ഇൻറ്റു വോളിയം V അഗെയിൻ. സോ V ആൻഡ് V വിൽ ബി ക്യാൻസൽഡ്. ഇനി നമ്മളിത് സോൾവ് ചെയ്തെടുത്താൽ മതി. സോ സോൾവ് ചെയ്യുമ്പം 1.86 62 കട്ട് ചെയ്യുമ്പോൾ 31 വരും. ദിസ് ഇസ് 0.93 വരും അല്ലേ. 31.93. ഇപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. 111 93 333 999 അല്ലേ. 3 2 and 10323 വരും അല്ലേ. 10323 2 ഡെസിമൽ പോയിൻ്റ് അല്ല 4 ഡെസിമൽ പോയിൻ്റ് മാറും. പിന്നെ 1000 വരുമ്പോൾ 3 അങ്ങോട്ട് വരും. സോ ദിസ് ഇസ് 1032.3 ഡിവൈഡഡ് ബൈ 31 വരും. സോ 1032.3 ഡിവൈഡഡ് ബൈ 31 വരുമ്പം 9 വരും. അപ്പോൾ ഇവിടുന്ന് 0, ഇവിടെ 1 ആൻഡ് ദിസ് ഇസ് 2 അഗെയിൻ 3, ദിസ് ഇസ് 93 ആൻഡ് 9 വരും. ഓക്കെ, ദിസ് ഇസ് 93 3 ഓക്കെ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 333 എന്ന് കിട്ടും. ഒരു ഡെസിമൽ പോയിന്റ് മാറ്റണം, 33.3. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ 4. അപ്പോൾ മാസ് തന്നിട്ടില്ല, പകരം ഡെൻസിറ്റിയും വോളിയാണ്, നമ്മൾ അത് വെച്ച് മാസിലോട്ട് മാറ്റുക.
അടുത്തത് ദി ബോയിലിംഗ് പോയിന്റ് ഓഫ് ആൻ അസിയോട്രോപ്പ് മിക്സ്ചർ ഓഫ് വാട്ടർ എത്തനോൾ ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് വാട്ടർ ആൻഡ് എത്തനോൾ. ബോയിലിംഗ് പോയിന്റ് ഓഫ് അസിയോട്രോപ്പിക് മിക്സ്ചർ ഇതിനേക്കാൾ കുറവാണെങ്കിൽ ദിസ് ഇസ് കോൾഡ് മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് അല്ലേ. മിനിമം ബോയിലിംഗ് അസിയോട്രോപ്സ് ഫോം ചെയ്യുന്നത് ആരാ? പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ആളാണ്. പക്ഷേ മാക്സിമം ബോയിലിംഗ് കാണിക്കുന്നത് നെഗറ്റീവ് ഡീവിയേഷൻ ഉള്ള ആൾക്കാണ്. സോ പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റോൾസ് ലോ ആൻസർ 2 ആണ്. 9ാമത്തെ ക്വസ്റ്റ്യൻ, ക്രയോസ്കോപ്പിക് കോൺസ്റ്റന്റ് ഓഫ് എ ലിക്വിഡ്, അതായത് KF എന്താണെന്നാണ് ചോദ്യം. നിങ്ങൾക്കറിയാം ഡെൽറ്റ TF ഇസ് ഈക്വൽ ടു KF ഇൻറ്റു M ആണ് അല്ലേ. അപ്പോൾ മൊളാലിറ്റി നിങ്ങൾ 1 ആണെന്ന് അസ്യൂം ചെയ്താൽ, അസ്യൂം മൊളാലിറ്റി ഇസ് 1, ഡെൽറ്റ TF ഇസ് ഈക്വൽ ടു KF ആണ്. സോ KF ഈസ് ഡിഫൈൻഡ് ആസ് ദി ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് ഫോർ എ 1 മോളാർ സൊല്യൂഷൻ. സോ നോക്കാം, ഡിക്രീസ് ഇൻ ഫ്രീസിംഗ് പോയിന്റ് യെസ് ഫോർ 1 gram ഓഫ് സൊല്യൂട്ടിനോ. ഡിക്രീസ് ഇൻ ഫ്രീസിംഗ് പോയിന്റ് വെൻ 1 mole ഓഫ് സൊല്യൂട്ട് യെസ് ഇസ് ഡിസോൾവ്ഡ് പെർ ലിറ്റർ. നോ, പെർ ലിറ്റർ അല്ല, മൊളാലിറ്റി എന്ന് വെച്ചാൽ പെർ കിലോഗ്രാം ആണ്. ഡിക്രീസ് ഇൻ ഫ്രീസിംഗ് പോയിന്റ് വെൻ 1 mole ഓഫ് സൊല്യൂട്ട് ഇസ് ഡിസോൾവ്ഡ് പെർ കിലോഗ്രാം ഓഫ് സോൾവെന്റ്, റൈറ്റ്. എലിവേഷൻ, നോ, എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് ഫോർ 1 molar സൊല്യൂഷൻ അല്ല, അതേതാ? ബിബ്ലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ് മോളാലാണെങ്കിൽ. സോ ആൻസർ ഇസ് ഓപ്ഷൻ 3. Question number 10. When injected to blood, which property of glucose should resemble with blood? Osmotic pressure. അല്ലേ, ഓസ്മോട്ടിക് പ്രഷറാണ് ബ്ലഡിൻ്റെ പ്രോപ്പർട്ടി ആയിട്ട് റിസംബ്ലൻസ് കാണിക്കുന്നത്. ആൻസർ ഇസ് ഓപ്ഷൻ 2. ഹയസ്റ്റ് KH വാല്യൂ ഷോയിങ് ഗ്യാസ് ഇൻ വാട്ടർ അറ്റ് 298 Kelvin. നിങ്ങൾക്കറിയാം KH വാല്യൂ ആൻഡ് സോലുബിലിറ്റി ഇൻ വാട്ടർ ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. സോ ഇഫ് KH വാല്യൂ ഈസ് ഹൈ, സോലുബിലിറ്റി ഇൻ വാട്ടർ ഈസ് വെരി ലോ. നിങ്ങൾക്കിതിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും വെള്ളത്തിൽ സോലുബിൾ ആവാൻ ചാൻസ് തീരെ കുറവ്. ഹൈലി നോൺ പോളാർ ആയിട്ടുള്ള ആർഗൺ ആണ്. സോ ആർഗണിൻ്റെ KH വാല്യൂ വളരെ കൂടുതലാണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ 1 വരും. ഓക്കെ, വേപ്പർ പ്രഷർ ഓഫ് ലിക്വിഡ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ. ഒരു ലിക്വിഡിൻ്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും എന്നാണ്. സർഫസ് ഏരിയ ഓഫ് ദി ലിക്വിഡ് നോ, ടെമ്പറേച്ചർ ഓഫ് ദി ലിക്വിഡ് യെസ്, നേച്ചർ ഓഫ് ദി ലിക്വിഡ് യെസ്, ബോത്ത് 2 and 3. ആൻസർ ഈസ് ഓപ്ഷൻ 4 ആണ്. കാരണം വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് ആക്ച്വലി KP ആണ്. KP എന്ന് വെച്ചാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് ആണ്. ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ടെമ്പറേച്ചർ ആണ്. ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ടെമ്പറേച്ചർ ആണ്. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, നേച്ചർ ഓഫ് ലിക്വിഡ്. നേച്ചർ ഓഫ് ലിക്വിഡ് എന്ന് വെച്ചാൽ മീനിങ് എന്താ? നേച്ചർ ഓഫ് ലിക്വിഡ് എന്ന് വെച്ചാൽ മോർ വോളറ്റൈൽ ലിക്വിഡ് എക്സേർട്ട് ഹൈ വേപ്പർ പ്രഷർ അല്ലേ. മോർ വോളറ്റൈൽ, പെട്ടെന്ന് വോളറ്റൈൽ ആയിട്ടുള്ള ലിക്വിഡുകൾ പെട്ടെന്ന് വേപ്പറൈസ് ചെയ്യും. അപ്പം വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് നേച്ചർ ഓഫ് ലിക്വിഡിനെ ഡിപ്പെൻഡ് ചെയ്ത് മാറും. സോ ആൻസർ ഈസ് ഓപ്ഷൻ 4. അടുത്തത് 13. ദി EMF ഓഫ് ദി സെൽ PtH2 ഗ്യാസ് HCl H2PT is 0.295 volt. ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് ഓഫ് ദി ആസിഡ് HAES എന്നാണ് ചോദ്യം. ഒരു ആസിഡിൻ്റെ ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് ചോദിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് ആസിഡ് വീക്ക് ആയിരിക്കും. കാരണം സ്ട്രോങ് ആസിഡിൻ്റെ ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് പറയേണ്ട ആവശ്യമില്ല, ബിക്കോസ് ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഡിസോസിയേറ്റഡ്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇയാളാണ് വീക്ക്, അയാളെ വീക്കായിട്ട് അസ്യൂം ചെയ്തോണം കേട്ടോ. ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് ചോദിച്ചാൽ ഉറപ്പാണ് ഇയാൾ വീക്കാണ്. കണ്ടുപിടിക്കാൻ വേണ്ടി ഫസ്റ്റ് ഓഫ് ഓൾ ഇതും ഹൈഡ്രജൻ ഇലക്ട്രോഡാണ്, ഇതും ഹൈഡ്രജൻ ഇലക്ട്രോഡാണ്. ഇവിടെ നോക്കിക്കേ, ഒരു ATMലുള്ള ഹൈഡ്രജൻ ഗ്യാസ് HAയിലൂടെ പാസ് ചെയ്യുന്നു. ഇതും ഒരു ATMലുള്ള ഹൈഡ്രജൻ ഗ്യാസ് HClൂടെ പാസ് ചെയ്യുന്നു. സോ ദിസ് ഈസ് വൺ ടൈപ്പ് ഓഫ് കോൺസെൻട്രേഷൻ സെല്ലാണ് അല്ലേ. കോൺസെൻട്രേഷൻ സെൽ എന്ന് വെച്ചാൽ 2 ഉണ്ട്. ഇലക്ട്രോഡ് കോൺസെൻട്രേഷൻ സെല്ലും ഇലക്ട്രോലൈറ്റ് കോൺസെൻട്രേഷൻ സെല്ലും. സെയിം ഇലക്ട്രോഡ് ഡിഫറൻറ്റ് കോൺസെൻട്രേഷനുള്ള ഇലക്ട്രോലൈറ്റിൽ മുക്കി വയ്ക്കാം. സെയിം കോൺസെൻട്രേഷനുള്ള ഇലക്ട്രോലൈറ്റിൽ ഡിഫറൻറ്റ് കോൺസെൻട്രേഷനുള്ള ഇലക്ട്രോഡും മുക്കി വയ്ക്കാം. അങ്ങനെ വരുന്ന കേസിൽ കോൺസെൻട്രേഷൻ സെല്ലിലെ E0 സെല്ല് എപ്പോഴും 0 ആയിരിക്കും. കാരണം എന്താ? റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ഒരേ ഇലക്ട്രോഡാണ്. അപ്പോൾ കോൺസെൻട്രേഷൻ സെൽ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റിലും റൈറ്റിലും ഇരിക്കുന്ന ഇലക്ട്രോഡുകൾ സെയിം ആണല്ലോ. അപ്പോൾ അവരുടെ സ്റ്റാൻഡേർഡ് പൊട്ടൻഷ്യൽ വാല്യൂ സെയിം അല്ലേ. അപ്പോൾ E0 സെല്ല് റൈറ്റ് മൈനസ് ലെഫ്റ്റ് 0 ആയി പോവും. അങ്ങനെ വരുമ്പം ഈ സെൽ ഇസ് ഈക്വൽ ടു E0 സെല്ലില്ല -0.059/n log Q. Q എന്താ? റിയാക്ഷൻ കോഷ്യൻ്റ്. ഇനി നമ്മൾ റിയാക്ഷൻ എഴുതണേ. നിങ്ങളുടെ LHS എന്ന് പറഞ്ഞാൽ ആനോഡാണ് അല്ലേ. അപ്പോൾ അറ്റ് ആനോഡിൽ നമ്മൾ ഏത് റിയാക്ഷനാണ്? ഓക്സിഡേഷനാണ്. ഹൈഡ്രജൻ ഗീവ്സ് H2H++ 2 ഇലക്ട്രോൺ. ഇവിടുത്തെ പ്രഷർ 180 ആം. ഇവിടുത്തെ കോൺസെൻട്രേഷൻ 0.01 ആൽഫ. വൈ ദാറ്റ് ഈസ് 0.01 ആൽഫ എന്ന് ചോദിച്ചാൽ പറയണം ഇത് വീക്കാണ്.
അപ്പോൾ വീക്ക് ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ H+ൻ്റെ 0.01 തന്നിട്ടുണ്ട്. പക്ഷേ ആസിഡിൻ്റെ കോൺസെൻട്രേഷനാണ് 0.01. അപ്പോൾ H+ൻ്റെ കോൺസെൻട്രേഷൻ C�alpha ആണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇതൊരു വീക്ക് ആസിഡ് ആണെങ്കിൽ ഡിസോസിയേറ്റ് ചെയ്യുമ്പം H+ ആൻഡ് A- ഫോം ചെയ്യും. സപ്പോസ് ഇറ്റ്സ് കോൺസെൻട്രേഷൻ is C, ഇത് രണ്ടും 0. ആൽഫ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആണെങ്കിൽ C-C�alpha and C�alpha. So concentration of H+ of the weak acid is C�alpha, and that's why we are putting alpha there. ഇനി രണ്ടാമത്തെ അറ്റ് ആനോഡ് കഴിഞ്ഞ് അറ്റ് കാഥോഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും റിഡക്ഷൻ ആണ്. അവിടെ പക്ഷേ സ്ട്രോങ് ആസിഡാണ്. അവിടെ കുഴപ്പമില്ല. 2H+ concentration 1 molar which gives plus 2 electron gives H2 and H2 is same pressure 1 atm. ഇനി നമ്മൾ നെറ്റ് റിയാക്ഷൻ എടുക്കുമ്പം 1 atm കട്ടായി പോയിട്ട് 2H+ ഇലക്ട്രോൺ കട്ടായി പോവും. 2H+ 1 molar gives 2H+ 0.01 alpha എന്ന് കിട്ടി. ശരി, അങ്ങനെയാണെങ്കിൽ റിയാക്ഷൻ കോഷ്യന്റ് Q is equal to കോൺസെൻട്രേഷൻ ഓഫ് H+² അറ്റ് RHS, നമ്മുടെ ഇക്വേഷൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ്, ബൈ കോൺസെൻട്രേഷൻ ഓഫ് H+ the whole square അറ്റ് LHS which is equal to 0.01 alpha square divided by 1 square which is equal to 10⁻⁻⁴ alpha square എന്ന് Q കിട്ടി അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, അത് ഈ നാൻസ്റ്റ് ഇക്വേഷനിലേക്ക് കൊടുക്കാൻ പോവുകയാണ്. Therefore ഈ സെല്ല് തരുന്നതുണ്ട് 0.295 which is equal to -0.059 by n-ൻ്റെ വാല്യൂ 2. 2 ഇലക്ട്രോൺ ആണ് റിയാക്ഷനിൽ പങ്കെടുത്തത്. ആൻഡ് log Q എന്ന് വെച്ചാൽ 10⁻⁻⁴ alpha square വരും. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 2 into this one 0.59 വരും which is equal to -0.059 log 10⁻⁻⁴ alpha square. സോ നമ്മളിത് മോഡിഫൈ ചെയ്ത് എഴുതുമ്പം അല്ലേ, ഇത് രണ്ടും കട്ടായിപ്പോയി. 10⁻⁻²ഉം ഇത് 10⁻⁻3ഉം വന്നു. ഇത് രണ്ടും കട്ടാകുമ്പോൾ 10⁻⁻1, ഇത് ഇപ്പുറം ചെല്ലുമ്പോൾ 10. സോ ലോഗ് 10⁻⁻⁴ alpha square equal to -10 എന്ന് വരും. സോ 10⁻⁴ alpha square equal to എന്താ, 10⁻⁻10. നിങ്ങൾക്കറിയാം ലോഗ് x ഈക്വൽ ടു y ആണെങ്കിൽ x ഈക്വൽ ടു 10⁻y. അങ്ങനെ വരുമ്പം ആൽഫ സ്ക്വയർ എന്ത് വരും, 10⁻⁻6 വരും. ആൽഫ ഇസ് ഈക്വൽ ടു 10⁻⁻3. സോ ദിസ് ഈസ് ദി ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. ഇനി ചോദിച്ചേക്കുന്ന ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ആണ്. ദെയർഫോർ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് വിച്ച് ഈസ് ഈക്വൽ ടു Ka വിച്ച് ഈസ് ഈക്വൽ ടു C�alpha² 1 - alpha ആണ്. പക്ഷെ ആൽഫ ഭയങ്കര ചെറുതല്ലേ, അപ്പോൾ 1 - alpha എടുത്തില്ലേലും കുഴപ്പമില്ല. സി എന്താണ്, കോൺസെൻട്രേഷൻ ഓഫ് ദിസ് ആസിഡ് ഇസ് 0.01. ആൽഫ 10⁻⁻3 the whole square which is equal to 10⁻⁻8 is the dissociation constant of the weak acid. So the answer is option 3 അല്ലേ, 3 ആണ്. വളരെ നല്ല ക്വസ്റ്റൻ ആണ്, നല്ല രസമുള്ള ക്വസ്റ്റൻ ആണ്. പ്രത്യേകിച്ച് ഇലക്ട്രോ കെമിസ്ട്രിയുടെ ക്വസ്റ്റൻസ് എല്ലാം അങ്ങനെയാണ്, ഭയങ്കര രസമാണ് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തെടുക്കുക. പിന്നെ അവിടെ എന്തിനാണ് ആൽഫ എന്ന് എഴുതിയെന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 14. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് എ സെക്കൻഡറി സെൽ? ഡ്രൈ സെൽ, മെർക്കുറി സെൽ, H2O2 സെൽ, ഓൾ ആർ പ്രൈമറി ബട്ട് NiCd സെൽ ഈസ് സെക്കൻഡറി സെൽ. സെക്കൻഡറി സെൽ എന്ന് വെച്ചാൽ നമുക്ക് റീചാർജ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന സെല്ലാണ് സെക്കൻഡറി സെൽ. ആൻസർ ഈസ് ഓപ്ഷൻ 2 ആണ്. പിന്നെ H2O2 സെല്ലിൻ്റെ പ്രത്യേകത, ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലുകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾ എപ്പോൾ വരെയാണോ റിയാക്റ്റൻ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് ആ സമയം ഫുൾ അത് വർക്ക് ചെയ്യും. റിയാക്റ്റൻ്റ് സ്റ്റോപ്പ് ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യുക, അത് പിന്നെ വർക്ക് ചെയ്യത്തില്ല, ആ രീതിയിലാണ്. അപ്പോൾ അത് നമ്മൾ പ്രൈമറി സെക്കൻഡറി എന്നുള്ളൊരു കാറ്റഗറിയിൽ പെടുത്തണ്ട. ഇപ്പം നിക്കൽ കാഡ്മിയം ബാറ്ററിയാണ് സെക്കൻഡറി സെല്ല്. ഒരു ജെല്ലി റോൾ അറേഞ്ച്മെൻറ്റ് കാണിക്കുന്ന ബാറ്ററിയും കൂടെയാണ് നിക്കൽ കാഡ്മിയം ബാറ്ററി. സോ ആൻസർ ഈസ് ഓപ്ഷൻ 4. അടുത്ത കണ്ടക്ടിവിറ്റി ഓഫ് 0.01 solution is found to be 0.05 ohm inverse centimeter inverse, that is kappa. This is normality. Then the equivalent conductivity lambda equivalent is equal to, so lambda equivalent is equal to kappa by C ആണ്. C എന്ന് വെച്ചാൽ കോൺസെൻട്രേഷൻ ആണ്, ഇൻറ്റു 10⁻³ വരും. സെൻറ്റിമീറ്ററിലാണെങ്കിൽ കേട്ടോ. അപ്പം നിങ്ങൾക്ക് സീമൻ സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ ഇക്വലൻ്റ് എന്ന് വരും അല്ലേ. ഓം സീമൻ സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ ഇക്വലൻ്റ്, അല്ലെങ്കിൽ ഓം. സീമൻ എന്ന് വെച്ചാൽ ഓം ഇൻവേഴ്സ് ആണ്. സോ കാപ്പ എന്ന് വെച്ചാൽ 0.005, കോൺസെൻട്രേഷൻ 0.01 ഇൻറ്റു 10⁻3. സോ ദിസ് ഇസ് 5/10⁻². മക്കളെ, ദിസ് ഇസ് 500 സീമൻ ഓർ ഓം ഇൻവേഴ്സ് സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ ഇക്വലൻ്റ് എന്ന് വരും. അപ്പോൾ ഏതാ ആൻസർ ഈസ് ഓപ്ഷൻ 1 വരും.
അല്ലെ. സെൻറ്റിമീറ്റർ ആണെങ്കിൽ 10⁻³ ഇനി മീറ്റർ ആണെങ്കിലോ ലാംഡ ഇക്വലൻസ് ഇസ് ഈക്വൽ ടു കാപ്പ ബൈ സി ഇൻറ്റു 10⁻³ സീമൻ മീറ്റർ സ്ക്വയർ പെർ ഇക്വലൻ്റ് ഉപയോഗിക്കാം കേട്ടോ. ഇതാണെങ്കിൽ ഈക്വേഷൻ സെൻറ്റിമീറ്റർ² ആണെങ്കിൽ ഇൻറ്റു 10⁻³. അടുത്തത് ദി കണ്ടക്ടിവിറ്റി ഓഫ് 0.1 മോളാർ വീക്ക് ആസിഡ് ഈസ് 100 times ലെസ് ദാൻ ദാറ്റ് അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ. ദി ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഈസ്. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഓഫ് വീക്ക് ഈസ് λm/λm0. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. പക്ഷെ അവർ തന്നേക്കുന്ന കണ്ടക്ടിവിറ്റി ഓഫ് വീക്ക് ആസിഡ് ഈസ് 100 times ലെസ് ദാൻ ദാറ്റ് അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ. ദാറ്റ് ഈസ് കണ്ടക്ടിവിറ്റി കാപ്പ, ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ കാപ്പ 0. വി ക്യാൻ റൈറ്റ് കാപ്പ 0. സോ കാപ്പ 0-നേക്കാൾ 100 times കുറവാണ് കണ്ടക്ടിവിറ്റി. സോ കണ്ടക്ടിവിറ്റി ഈസ് ഈക്വൽ ടു കാപ്പ 0/100 അല്ലേ, ഓർ കാപ്പ ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു കാപ്പ 0 എന്ന് എഴുതാം. ഇനി ലാംഡ എം എന്ന് വെച്ചാൽ എന്താ, കാപ്പ ബൈ സി. താഴെയോ കാപ്പ 0/c. സി ആൻഡ് സി വിൽ ബി ക്യാൻസൽ. കാപ്പ ബൈ കാപ്പ 0 എന്ന് വരും. കാപ്പ ഈസ് എത്രയാ, കാപ്പ എന്നുള്ളതിന് നമുക്ക് കാപ്പ എന്നുള്ളതിന് കാപ്പ എന്ന് കൊടുക്കാം. കാപ്പ 0ക്ക് പകരം 100 ഇൻറ്റു കാപ്പ എന്ന് കൊടുക്കാം. സോ വിച്ച് ഈസ് ഈക്വൽ ടു 0.01 ഈസ് ദി ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. ആൻസർ ഈസ് ഓപ്ഷൻ 3. ഓക്കെ. അടുത്തത് ദി ഹൈഡ്രജൻ ഇലക്ട്രോഡ് ഈസ് സെറ്റപ്പ് വിത്ത് എ സൊല്യൂഷൻ ഓഫ് pH3. ദി പൊട്ടൻഷ്യൽ ഓഫ് ദി ഇലക്ട്രോഡ് ഈസ്, നിങ്ങൾക്കറിയാം പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് EH+H2 ഈസ് ഈക്വൽ ടു -0.059 ഇൻറ്റു pH. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. സോ ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് നിങ്ങൾക്കത് ചെയ്ത് കണ്ടുപിടിക്കാം അല്ലേ, എന്താ ഡയറക്റ്റ്ലി ചെയ്യാം. സോ വിച്ച് ഈസ് ഈക്വൽ ടു -0.059 ഇൻറ്റു pH3. സോ 7271 minus. So this much volt is the potential approximately. Answer is option 1. 18th, the unit of rate constant of second order reaction is, second order reaction actually that is mole raised to 1 minus n, liter raised to n minus 1 second inverse. This is actually the എന്താ പറയുക യൂണിറ്റ് ഓഫ് കെ ആണ്. പക്ഷെ അവർ ചോദിച്ചിരിക്കുന്ന കോൺസെൻട്രേഷൻ ആ റേഞ്ചിലാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. ഒന്നിലും ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം. സെക്കൻഡ് ഓർഡറിൻ്റെ കണ്ടുപിടിക്കാൻ വേണ്ടി റേറ്റ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ആർ സ്ക്വയർ. ഇതാണ് സെക്കൻഡ് ഓർഡർ. അപ്പോൾ കെ ഇസ് ഈക്വൽ ടു എന്ത് വരും, റേറ്റ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് ആർ സ്ക്വയർ. റേറ്റ് എന്താണ്, കോൺസെൻട്രേഷൻ ബൈ ടൈം അല്ലേ, കോൺസെൻട്രേഷൻ ബൈ ടൈം ആണ് റേറ്റ്. താഴെ എന്താണ്, കോൺസെൻട്രേഷൻ്റെ സ്ക്വയർ ആണ് അല്ലേ. അപ്പോൾ ഇത് രണ്ടും കട്ടായിപ്പോയി. ഇത് മേളിൽ വരുമ്പം കോൺസെൻട്രേഷൻ ടൈം ഇൻവേഴ്സ്, പെർ കോൺസെൻട്രേഷൻ പെർ ടൈം, പെർ കോൺസെൻട്രേഷൻ പെർ ടൈം. സോ ആൻസർ ഈസ് ഓപ്ഷൻ 2 ആണ് അല്ലേ, പെർ കോൺസെൻട്രേഷൻ പെർ ടൈം. ഓക്കെ. 19th one, consider the reaction 2A plus B gives product. When concentration of B alone was doubled, the half-life did not change. B ഡബിൾ ചെയ്തപ്പോൾ ഹാഫ് ലൈഫിന് മാറ്റമില്ല എങ്കിൽ ഉറപ്പാണ് മക്കളെ ഓർഡർ വിത്ത് റെസ്പെക്ട് ടു ബി ഈസ് ഫസ്റ്റ് ആണ്. കാരണം ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ പ്രത്യേകതയാണ് വിച്ച് ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി എന്താ പറയുക ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് ദി റിയാക്ടൻ. ദെൻ വെൻ ദി കോൺസെൻട്രേഷൻ ഓഫ് എ അലോൺ ഡബിൾഡ് റേറ്റ് ഇൻക്രീസസ് ബൈ 2 times. സോ വിത്ത് റെസ്പെക്ട് ടു എ ഈസ് ഓൾസോ 1 ആണ്. സോ ഓവറോൾ ഓർഡർ എന്ന് പറയുന്നത് 1 + 1 2 ആണ്. 2 ആണ് വരുന്നതെങ്കിൽ അവർ ഈ രീതിയിലാണ് കൊടുത്തേക്കുന്നത്. മോൾ റേസ് ടു 1 - n, ലിറ്റർ റേസ് ടു n - 1 സെക്കൻഡ് ഇൻവേഴ്സ്. സോ മോൾ റേസ് ടു, ഇതാണ് നമ്മളുടെ ഓർഡർ അല്ലേ, 1 - 2 - 1 ലിറ്റർ റേസ് ടു 1 സെക്കൻഡ് ഇൻവേഴ്സ് ആണ്. സോ മോൾ ലിറ്റർ മോൾ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ്. ആൻസർ ഇസ് ഓപ്ഷൻ 2. അടുത്തത്, which of the following is an example for pseudo unimolecular reaction, that is the acidic hydrolysis of ester. So acidic hydrolysis of ester is pseudo first order. This is answer 1. ഇത് ബേസിക് ഹൈഡ്രോളിസിസ് ആണ് അല്ലേ. ബേസിക് ഹൈഡ്രോളിസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സാപ്പോണിഫിക്കേഷൻ. സാപ്പോണിഫിക്കേഷൻ എന്ന് പറയുന്നത് ഓർഡർ 2 സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ആണ്. ഇപ്പോൾ രണ്ടും കൂടെ കൺഫ്യൂഷൻ ആവരുത്. സോ ഹിയർ ദി ആൻസർ ഈസ് ഓപ്ഷൻ 1. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 21. Which of the following statement regarding the molecularity of a reaction is wrong? It is the number of molecules of reactant taking part in a single step chemical reaction. So that is correct. അതുകൊണ്ട് ഇത് ആൻസർ അല്ല. Then it is calculated from the reaction mechanism. Reaction mechanism വഴി കാൽക്കുലേറ്റ് ചെയ്യാം, നോ പ്രോബ്ലം. അതുകൊണ്ട് ആൻസർ അല്ല. It may be either a whole number or a fractional. അത് തെറ്റാണ്. കാരണം ഒരിക്കലും എന്താ പറയുക ഫ്രാക്ഷണൽ ആയിട്ട് പറയില്ല. ഹോൾ നമ്പർ 1, 2 or 3, മാക്സിമം 3 ആണ്. ആൻസർ 3. ഡിപ്പെൻഡ്സ് ഓൺ ദി റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ്. യെസ്, റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പിൻ്റെ അകത്ത് ഉള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് തന്നെ കോംപ്ലക്സ് റിയാക്ഷൻ്റെ മോളിക്കുലാരിറ്റി ആയിട്ട് എടുക്കാം. സോ ദിസ് ഇസ് കറക്റ്റ്. ആൻസർ ഈസ് ഓപ്ഷൻ 3.
22. Statement 1. Order of a reaction can never be fractional for an elementary reaction. ശരി അല്ലേ, ഒരിക്കലും എലമെൻ്ററി റിയാക്ഷൻ ഫ്രാക്ഷണൽ ആവാൻ പാടില്ല. ഫ്രാക്ഷണൽ ആകാം, പക്ഷേ എലമെൻ്ററി റിയാക്ഷൻ അതൊരിക്കലും ഫ്രാക്ഷണൽ ആവത്തില്ല. ദെൻ ആൻ എലമെൻ്ററി റിയാക്ഷൻ ടേക്സ് പ്ലേസ് ബൈ വൺ സ്റ്റെപ്പ് മെക്കാനിസം. എലമെൻ്ററി റിയാക്ഷൻ എന്ന് പറയുന്നത് ഒറ്റ സ്റ്റെപ്പിൽ നടക്കുന്നതാണ്. സോ ദിസ് ഇസ് ഓൾസോ കറക്റ്റ്. സോ ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1 and 2 ആർ ട്രൂ. ആൻസർ ഈസ് ഓപ്ഷൻ 1. 23. The molecularity of a reaction is a whole number other than 0 but generally less than 3. Yes അല്ലേ, molecularity 1, 2, maximum 3 ആണ്. The order of a reaction is always whole number. അത് തെറ്റാണ്. ഓർഡർ ക്യാൻ ബി ഫ്രാക്ഷണൽ. എലമെൻ്ററിക്ക് ഫ്രാക്ഷണൽ ആവില്ലെന്നുള്ളൂ, പക്ഷെ ഓർഡർ ഫ്രാക്ഷണൽ ആയിട്ട് വരാം അല്ലേ. അപ്പോൾ ഇതിൽ സ്റ്റേറ്റ്മെൻറ്റ് 1 ശരിയാണ്, 2 തെറ്റാണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ 3. 24th question. The temperature dependence of a reaction is represented by the Arrhenius equation. ln K is equal to EA by RT ln A. ഒരു ഇക്വേഷൻ ഫോർ സ്ട്രെയിറ്റ് ലൈൻ ആണ് അല്ലേ. അപ്പോൾ ഇത് y ആക്സസിൽ വരച്ചു, പിന്നെ 1/t ആണ്. 1/t അവർ x ആക്സസിൽ വരച്ചു. ഇത് y ഇൻ്റർസെപ്റ്റ് ആണ്, ഇത് സ്ലോപ്പാണ് m എന്ന് പറയുന്നത്. വിച്ച് among the following is wrong conclusion about the given plot? Intercept of the line ln A. ഇത് കറക്റ്റാണ്, അതുകൊണ്ട് ഇത് ആൻസർ അല്ല. സ്ലോപ്പ് മൈനസ് EA by RT, ഇത് തെറ്റിപ്പോയി. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ 1/RT x ആക്സിസിൽ വരച്ചല്ലോ. സ്ലോപ്പ് നെഗറ്റീവ് സ്ലോപ്പാണ്. സ്ലോപ്പിൻ്റെ വാല്യൂ എന്താ? മൈനസ് ഓഫ് EA ഡിവൈഡഡ് ബൈ R ആണ് സ്ലോപ്പിൻ്റെ വാല്യൂ. അപ്പോൾ ഇത് തെറ്റിപ്പോയി, ഇപ്പോൾ ഇത് ശരി. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ശരിയായിരിക്കും. ആൻസർ ഈസ് ഓപ്ഷൻ 2. നോക്കാം. റിയാക്ഷൻ വിത്ത് ഹൈ ആക്ടിവേഷൻ എനർജി ഇസ് മോർ ടെമ്പറേച്ചർ സെൻസിറ്റീവ് ദാൻ ദാറ്റ് ഓഫ് ലോ ആക്ടിവേഷൻ എനർജി. യെസ് അല്ലേ. ഹൈ ആക്ടിവേഷൻ എനർജി എന്ന് വെച്ചാൽ മീനിങ് എന്താ? നമ്മൾ അത്രയും എനർജി കൊടുത്താലാണ് അയാൾക്ക് റിയാക്ഷൻ നടത്താൻ പറ്റുള്ളൂ. സോ ടെമ്പറേച്ചറിനെ ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ റിയാക്ഷനാണ്. സോ ദാറ്റ് ഈസ് മോർ ടെമ്പറേച്ചർ സെൻസിറ്റീവ് ദാൻ ദാറ്റ് ഓഫ് ലോ ആക്ടിവേഷൻ എനർജി. ആൻസർ ഈസ് ഓപ്ഷൻ 2. 2 ആണ് റോങ്, ബാക്കിയെല്ലാം ശരിയാണ്. അടുത്തത്, വിച്ച് among the following is wrong for first order reaction? അത് നമ്മൾ ചെയ്ത് നോക്കണം. അതിൽ ഇതാണ് റോങ് സ്റ്റേറ്റ്മെൻറ്റ്. ഫസ്റ്റ് ഓർഡർ നമുക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. T is equal to 2.303 by K log initial concentration divided by final concentration at the time T. അപ്പോൾ അതിൽ T 96.875 is equal to 2.303 by K log ഇനീഷ്യലി നമ്മൾ 100 എടുത്തു. ഇത്രയും 96.875 തീർന്നു. അപ്പോൾ ബാക്കിയുള്ളത് എത്രയാണ്? 3.125 ആണ് ബാക്കിയുള്ളത്. സോ ദിസ് ഇസ് 2.303 by K log 32 വരും. സോ വിച്ച് ഈസ് ഈക്വൽ ടു 2.303 K log 2⁵ വരും. 2⁵ അല്ലേ? 2 × 2 4, 4 4 16 is 32. യെസ്. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് വരും? 5 × 0 2.303 into log 2 divided by K വരും. സോ വിച്ച് ഈസ് 5 into ഇത്രയും എന്താണ്? 0.693 by K എന്ന് വരും. വിച്ച് ഈസ് 5 into 0.693 by K T half. സോ T 96.875 is equal to 5 T half. അവർ കൊടുത്തേക്കുന്ന 6 T half ആണ്. സോ തെറ്റ് 4 ആണ്. അപ്പോൾ അതേപോലെ ബാക്കി നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. 26th question. In the given graph, the activation energy EA dash for the backward reaction will be. ഇതാണ് ഫോർവേഡ് റിയാക്ഷൻ അല്ലേ. ഫോർവേഡ് റിയാക്ഷൻ്റെ ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്നത് 150 ആണ്. എനർജി 100 ബാക്ക്വേർഡ് എന്ന് വെച്ചാൽ ഇതാണ് റിയാക്ഷൻ. അപ്പോൾ ഇതാണ് കണ്ടുപിടിക്കേണ്ടത്, ഇത്രയും ഭാഗം. ഇത് ഫുള്ള് 150ഉം ഇത് 100ഉം ആണെങ്കിൽ ഇത്രയും ഭാഗം 50. ആൻസർ ഈസ് ഓപ്ഷൻ 2. സിമ്പിൾ ക്വസ്റ്റ്യൻ. 27. For FAC-MER isomerism is associated with which of the following complexes? Only MA3B3 type ആണ്. A3B3 ടൈപ്പ് മാത്രമാണ് ഫേഷ്യൽ ആൻഡ് മെറിഡിയോണൽ ഐസോമറിസം കാണിക്കുന്നത്. സോ ആൻസർ ഈസ് ഓപ്ഷൻ 2 ആണ്. ഓർത്ത് വെച്ചോട്ടോ, MA3B3. 28. A magnetic moment of 1.73 bm will be shown by one among the following. ഇവിടെ നമുക്ക് നോക്കാം. നിക്കലിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2, കാരണം സയനൈഡ് -4 അല്ലേ. +2 ആകുമ്പോൾ D8 ആണ്. D8 എന്ന് പറയുമ്പോൾ ഡിയിൽ 8 ഇലക്ട്രോൺസ് വരും. 1 2 3 4 5 6 7 8. പക്ഷേ സയനൈഡ് ഈസ് എ സ്ട്രോങ് ലിഗാൻഡ്. അപ്പോൾ ഇയാൾ ഇവിടെ കയറി പെയർ ചെയ്യും. സോ ഡയാമാഗ്നറ്റിക് ആയിട്ട് മാറും അല്ലേ. അൺപെയർഡ് ഇലക്ട്രോൺസ് ഇല്ല. സോ ദിസ് ഇസ് ഡയാമാഗ്നറ്റിക്. അതുപോലെ NiCO4 നിക്കലിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആണ്. സോ ദിസ് ഇസ് 4s2 3d8. അപ്പോൾ ആദ്യം നമ്മൾ D8 വരയ്ക്കണം. സോ ഡിയിൽ 1 2 3 4 5 6 7 8 ഇലക്ട്രോണും എസ്സിൽ 2 ഇലക്ട്രോണും ഉണ്ട്. ഇനി എന്താ സംഭവിക്കുക? CO എന്ന് പറയുന്നത് എ വെരി സ്ട്രോങ് ലിഗാൻഡ് ആണ്. സോ ഇറ്റ് വിൽ പെയർ അപ്പ് ഹിയർ. സോ ഇത് പെയർ അപ്പ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒരു സ്ഥലം ഫ്രീ കിട്ടും അല്ലേ. ഇത് പെയർ അപ്പ് ചെയ്യുമ്പോൾ ഇവിടെ സ്ഥലം ഫ്രീ കിട്ടും. അപ്പോൾ ഈ 2 പേരും കൂടി ഇങ്ങോട്ട് കയറിയിരിക്കും. സോ ദിസ് ഇസ് ഓൾസോ ഡയാമാഗ്നറ്റിക്.
അടുത്ത COCl6 4- ക്ലോറിൻ -1 ആണ്. അപ്പോൾ കൊബാൾട്ട് +2 സ്റ്റേറ്റ് വരും. ആൻഡ് ദിസ് ഇസ് 3D7 സിസ്റ്റം. സോ 3D7 എന്ന് പറയുമ്പം നമുക്കറിയാം അല്ലേ, 1 2 3 4 5 6 7. പിന്നെ ക്ലോറിൻ എന്ന് പറയുന്ന വീക്ക് ലിഗാൻഡ് ആയതുകൊണ്ട് പെയറിംഗ് നടക്കില്ല. സോ നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ 3 ആണ്. സോ മാഗ്നറ്റിക് മൊമെന്റ് വിൽ ബി 3 പോയിന്റ് സംതിങ് ബോർ മാഗ്നറ്റോൺ വരും. കാരണം എന്താ, അൺപെയർഡ് ഇലക്ട്രോൺ 1 ആണെങ്കിൽ 1 പോയിന്റ് സംതിങ്, 2 ആണെങ്കിൽ 2 പോയിന്റ് സംതിങ്, 3 ആണെങ്കിൽ 3 പോയിന്റ് സംതിങ്, അങ്ങനെയാ പോവുക അല്ലേ. അപ്പോൾ ഇതും ആൻസർ അല്ല. അപ്പോൾ 3 അല്ല, 2 അല്ല, 1 അല്ല. അപ്പോൾ ഉറപ്പായിട്ടും 4 ആയിരിക്കും. ബിക്കോസ് കോപ്പർ ഈസ് ഇൻ +2 സ്റ്റേറ്റ് ആൻഡ് ദിസ് ഇസ് 3D9 ആണ്. 3D9 അല്ലേ 1 2 3 4 5 6 7 8 9. ഇനി സ്ട്രോങ് ആണെങ്കിലും വീക്ക് ആണെങ്കിലും ഈ ഒരെണ്ണം മാത്രം വെച്ചുകൊണ്ട് പെയർ ചെയ്യാൻ പറ്റില്ല. സോ നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ 1 ആൻഡ് മാഗ്നറ്റിക് മൊമെന്റ് വിൽ ബി 1.73 ബോർ മാഗ്നറ്റോൺ. സോ ആൻസർ ഈസ് ഓപ്ഷൻ 4. ഓക്കെ. 29. Which of the following pair represents linkage isomers? Linkage isomerism കാണണമെങ്കിൽ ഒന്നില്ലെങ്കിൽ SCNO അല്ലെങ്കിൽ NO2 ലിഗാൻഡ് ആയിട്ട് കണ്ടാൽ മതി കേട്ടോ. ഇതിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ലിങ്കേജ് SCN NCS ആയിട്ട് വർക്ക് ചെയ്യാം, NO2 ONO ആയിട്ട് വർക്ക് ചെയ്യാം. അങ്ങനെ ഉള്ള ലിഗാൻഡുകൾ ഉള്ളത് ഇതിലാണ് അല്ലേ. SCNും NCSും. NO3SO4 ഇല്ല. ആൻസർ ഇസ് ഓപ്ഷൻ 2. ലിങ്കേജിലുള്ള വ്യത്യാസം. 30. For transition metal octahedral complexes, the choice given below, low spin electronic configuration arises only for. നിങ്ങൾക്കറിയാം D1 D2 D3 പിന്നെ D4 D5 D6 D7 D8 D9 D10. ഇതിൽ ഈ 4 പേർക്ക് മാത്രമാണ് there is a low spin and high spin category. ഈ 6 പേർക്ക് നോ ലോ സ്പിൻ ആൻഡ് ഹൈ സ്പിൻ അല്ല, ലോ സ്പിന്നും ഇല്ല ഹൈ സ്പിന്നും ഇല്ല. കാരണം എങ്ങനെ കൊടുത്താലും സെയിം ആണ്. ഇപ്പം D8 നോക്കിക്കോണേ, D8 T2GEG ആണ്. അപ്പം ലോ സ്പിൻ ആണ് എഴുതുന്നെങ്കിൽ 1 2 3 4 5 6 7 8 വരും. ഹൈ സ്പിൻ ആണ് എഴുതുന്നെങ്കിൽ നോക്കി 1 2 3 4 5 6 7 8. കണ്ടോ, രണ്ടിലും തമ്മിൽ വ്യത്യാസമില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഇവർക്കും ലോ സ്പിൻ ഹൈ സ്പിൻ വ്യത്യാസമില്ല. പക്ഷെ D4 നോക്കി, D7 D4 ഏതെങ്കിലും, D4 ആകുമ്പോൾ 1 2 3 4 ലോ സ്പിന്ന്, ഹൈ സ്പിന്നോ 1 2 3 4. കണ്ടോ, ഇവിടെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ലോ സ്പിൻ അല്ലെങ്കിൽ ഹൈ സ്പിൻ ആ കാറ്റഗറി ഉള്ളത് D4 to D7 കോംപ്ലക്സുകൾക്ക് മാത്രമാണ്, ബാക്കിയുള്ളവർക്ക് വരത്തില്ല കേട്ടോ. 31. CONH3 4 times NO2 twice Cl exhibit അയണൈസേഷൻ ഐസോമറിസം ജോമെട്രിക്കൽ. നമുക്കത് വിട്ടേക്കാം. നോക്കാം, ഇത് A4B2 ആണ്. സോ ദേ ക്യാൻ എക്സിബിറ്റ് ജോമെട്രിക്കൽ ഐസോമറിസം അല്ലേ, സിസും ട്രാൻസും. പിന്നെ NO2 ലിഗാൻഡ് ഉള്ളത് കൊണ്ട് ഏത് ഐസോമറിസം, ലിങ്കേജ് ഐസോമറിസം. പിന്നെ Clനും NO2 അങ്ങോട്ടും ഇങ്ങോട്ടും ചാടാം, ദിസ് ഇസ് അയണൈസേഷൻ ഐസോമറിസം. പിന്നെ MA4B2 AAAABB ആൻഡ് AAABAB ഇങ്ങനെ 2 കാറ്റഗറിയേ പറ്റുള്ളൂ അല്ലേ, ലിഗാൻഡുകളെ ഇങ്ങനെ അറേഞ്ച് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ ജോമെട്രിക്കൽ ഐസോമറിസം 2 എണ്ണം വരും. പക്ഷേ ഇഫ് എ പെയർ റിപ്പീറ്റ്സ്, ഒരു പെയർ റിപ്പീറ്റ് ചെയ്യുകയോ റിപ്പീറ്റ്സ് ഓർ എ പെയർ കണ്ടെയ്ൻ സെയിം ലിഗാൻഡ്, contain same ligand that is optically inactive ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ കണ്ടോ, ഒരു പെയറിൽ ലിഗാൻഡുകൾ റിപ്പീറ്റ് ചെയ്തു, സോ ദേ ആർ ഒപ്റ്റിക്കലി ഇൻആക്റ്റീവ് ആണ്. അപ്പോൾ ഇതിനകത്തുള്ളത് ജോമെട്രിക്കലും ലിങ്കേജും അയണൈസേഷനും ആണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ 4. 31 4. 32. If delta O less than P, the correct electronic configuration of a D4 system. അതായത് ഡെൽറ്റ O എന്ന് വെച്ചാൽ CFSE ആണ്. അത് പെയറിംഗ് എനർജിക്കാൾ കുറവാണ്, അല്ലെങ്കിൽ പെയറിംഗ് എനർജി കൂടുതലാണ്. പെയറിംഗ് എനർജി കൂടുതലാണെങ്കിൽ പെയർ ചെയ്യണ്ട, ചാടിക്കൂ അല്ലേ. പെയറിംഗ് എനർജി കൂടുതലാണ് എങ്കിൽ പെയർ ചെയ്യണ്ട എന്ന് വെച്ചാൽ D4 ഇങ്ങനെ ചാടും. സോ ദി കോൺഫിഗറേഷൻ ഈസ് T2G3EG1. സോ ആൻസർ ഈസ് ഓപ്ഷൻ 3. നേരെ തിരിച്ചാണെങ്കിൽ പെയറിംഗ് എനർജി കുറവാണെങ്കിൽ പെയർ ചെയ്തോട്ടെ. അപ്പോൾ T2G4EG0 ആൻസർ ഓപ്ഷൻ 1 വരും. അടുത്തത്, ദി ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എനർജി ഓഫ് 4 octahedral and tetrahedral complexes are related as കേട്ടും അടുത്ത സാധനമാണ് ഡെൽറ്റ T = 4/9 ഡെൽറ്റ O. ആൻസർ ഈസ് ഓപ്ഷൻ 2. CrH2O 6 times Cl3 has a spin-only magnetic moment of 3.383 Bohr magneton. The correct distribution of 3D electron in the chromium of the complex is എന്നാണ് ചോദ്യം. അതിലാദ്യം നമ്മൾ ക്രോമിയത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആണ്. അപ്പോൾ 4s0 3d3 ആണ് കോൺഫിഗറേഷൻ.
3D3 എന്ന് പറയുമ്പോൾ ഡിയിൽ 3 ഇലക്ട്രോൺസ് വരും, 1 2 3. ഇനി ഇവിടെ ഉള്ളത് സ്ട്രോങ് ആണോ വീക്ക് ആണോ എന്ന് മൈൻഡേ ചെയ്യേണ്ട, കാരണം D3 സിസ്റ്റത്തിന് സ്ട്രോങ്ങും വീക്കും വന്നിട്ട് കാര്യമില്ല. നോക്കി, അപ്പോൾ 2 D ഫ്രീ ആയി, ഇവിടെ ഒരു S ഉണ്ട്, ഇവിടെ 3 p ഓർബിറ്റൽസ് ഉണ്ട്. കോർഡിനേഷൻ നമ്പർ 6 ആകുമ്പം 6 ഓർബിറ്റൽസ് നമ്മൾ സെലക്ട് ചെയ്തു. ആൻഡ് ദി ഹൈബ്രിഡൈസേഷൻ ഈസ് D2sp3. D2sp3 ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കുന്ന ഓർബിറ്റൽ ഏതൊക്കെയാണ്? dx² - y² dz² ആണ് പങ്കെടുക്കുക. അങ്ങനെയാണെങ്കിൽ ഈ 3 ഓർബിറ്റൽ ഏതൊക്കെയാണ്? dxy, dyz, dxz. അപ്പോൾ ആൻസർ ഈസ് ഓപ്ഷൻ 1. ആ ഇലക്ട്രോൺ കിടക്കുന്നത് ഈ 3 സ്ഥലത്തായിരിക്കും, ബാക്കി 2 ഓൾറെഡി ഹൈബ്രിഡൈസേഷനിൽ പോയി. ഓക്കെ, അടുത്തത് ദി റിയാക്ഷൻ RBr + NaCN gives RCN + NaBr is an example of. അതായത് ഇത് മുറിഞ്ഞു, അല്ല ഇത് പ്ലസും മൈനസും ആയി ഇത് ഇങ്ങോട്ട് കയറി. അപ്പോൾ ഒരു ന്യൂക്ലിയോഫൈൽ വേറൊരു ന്യൂക്ലിയോഫൈലിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ദിസ് ഈസ് കോൾഡ് എ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. ആൻസർ ഈസ് ഓപ്ഷൻ 2. 36. How many position isomers are possible for dichlorobenzene? And this is dichlorobenzene. Suppose it is ortho, you can have meta and para. So there are 3 isomers are possible. Position isomers are possible for dichlorobenzene. Then 37. Which of the following compound will give positive iodoform test? ഇതെല്ലാം ആൽക്കഹോൾ ആണ്. Any alcohol which can have this group, alcohol having this group പോസിറ്റീവ് അയോഡോഫോം ആയിരിക്കും കേട്ടോ. അപ്പോൾ ആൻസർ ഈസ് ഓപ്ഷൻ 1 വരും. CH3 CHOH ഗ്രൂപ്പുള്ള എല്ലാ ആൽക്കഹോളും അയോഡോഫോം ടെസ്റ്റ് പോസിറ്റീവ് തരും. Then 38. ഇത് അനിലീനാണ്. NaNO2HCl 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞ ഡയസോട്ടൈസേഷൻ ആണ്. ഡയസോട്ടൈസേഷൻ വഴി നിങ്ങൾക്ക് കിട്ടുന്നത് എന്താ? N2+Cl- ആ. പക്ഷേ ആലിഫാറ്റിക് ആയതുകൊണ്ട് കേട്ടോ ഇത് സ്റ്റേബിൾ. അരോമാറ്റിക് ആണെങ്കിൽ അപ്പം തന്നെ N2Cl പോയിട്ട് അവിടെ OH വരും, അല്ലെ, ആൽക്കഹോളായിട്ട് മാറിയാണ്. CuBr HBr എന്ന് പറയുന്ന സാൻമേയേഴ്സ് റിയാക്ഷൻ, അല്ലേ. സാൻമേയേഴ്സ് റിയാക്ഷനിൽ നിങ്ങൾക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ഏതാ? ബ്രോമോബെൻസീൻ. സോ ആൻസർ ഈസ് ഓപ്ഷൻ 1. സോ ഡൈസറ്റൈസേഷൻ ഫോളോഡ് ബൈ സാൻമേയേഴ്സ് റിയാക്ഷൻ. 39. A compound X on treatment with the NaOH at room temperature followed by acidification with the dilute HNO3 and addition of AgNO3 gives a white precipitate. ഉറപ്പായിട്ടും AgNO3 വെച്ച white precipitate soluble in ammonium hydroxide ആണെങ്കിൽ this white precipitate is 100% സിൽവർ ക്ലോറൈഡ് ആയിരിക്കും. അങ്ങനെ സിൽവർ ക്ലോറൈഡ് AgNO3 കഴിക്കുമ്പോൾ സിൽവർ ക്ലോറൈഡ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ കോമ്പൗണ്ട് എന്ന് പറഞ്ഞൊരു ഹാലോ ഡെറിവേറ്റീവാണ്. എക്സ് ഏതാണെന്നാ ചോദ്യം. ക്ലോറോബെൻസീൻ നോക്കാം. ക്ലോറോബെൻസീനിൽ ക്ലോറിൻ ഉണ്ട്, പക്ഷേ ക്ലോറിന് +R ഇഫക്റ്റ് ആണ് ഉള്ളത്. അപ്പോൾ ഈ ബോണ്ട് ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ ഡബിൾ ബോണ്ട് വരും, ഇത് ക്ലീവ് ചെയ്യാൻ പറ്റാതെ വരും, ക്ലോറിൻ അവൈലബിൾ അല്ല. ബെൻസൈൽ ക്ലോറൈഡ് എന്ന് പറയുമ്പം ബെൻസീൻ റിങ്ങിൻ്റെ മേളിൽ CH2Cl ആണ്. ഇത് മുറിഞ്ഞു പോയി കഴിയുമ്പം നിങ്ങൾക്ക് ബെൻസൈൽ കാർബോക്യാറ്റോൺ കിട്ടും. ദറ്റ് ഈസ് ഹൈലി സ്റ്റേബിൾ ആയതുകൊണ്ട് ആ ക്ലോറിൻ പെട്ടെന്ന് മുറിഞ്ഞ് പുറത്തേക്ക് വരും. സോ യു വിൽ ഗെറ്റ് AgCl precipitate. ആൻസർ ഈസ് ഓപ്ഷൻ 2. മൂന്നാമത്തെ വിനൈൽ ക്ലോറൈഡ് ആണ്. വിനൈൽ ക്ലോറൈഡ് CH2 ഡബിൾ ബോണ്ട് CHCl ആണ് മക്കളെ. ഇത് മുറിഞ്ഞു കഴിഞ്ഞാൽ ഇത് മൈനസ് ഇത് പ്ലസ് ആവും. ആൻഡ് വിനൈൽ കാർബോക്യാറ്റോൺ ഈസ് ദി ലീസ്റ്റ് സ്റ്റേബിൾ കാർബോക്യാറ്റോൺ. അതുകൊണ്ട് ഒരിക്കലും വിനൈൽ ക്ലോറൈഡ് ക്ലോറിനെ വിട്ടുകൊടുക്കാൻ മടി കാണിക്കും, അല്ലേ, ഒരു താല്പര്യം കാണിക്കത്തില്ല. സോ ദാറ്റ്സ് വൈ ദി ആൻസർ ഈസ് ഓപ്ഷൻ 2. 40. 2 isomeric alkenes A and B having molecular formula C5H9Cl on adding H2. A gives optically inactive compound while B gives a chiral compound. The 2 isomers are. നിങ്ങൾ ഇതിന് മുമ്പേ ഞാൻ തന്നെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യനാണ് ഇത്. അത് തന്നെ ഇതിനകത്ത് കയറി വന്നു. അതുകൊണ്ട് ഞാൻ നേരെ ആൻസർ മാത്രം എഴുതി കാണിക്കുവാണ്. ഓപ്ഷൻ 3 ആണ്. അതായത് 3-chloro-pent-2-ene. പെൻറ്റ് എന്ന് പറയുമ്പം 5 കാർബണാണ്. 1 2 2ൽ ഈനും 3ൽ ക്ലോറോയും വരും. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിനെ നമ്മൾ ഹൈഡ്രജൻ വെച്ച് ആഡ് ചെയ്യുന്നു, അല്ലേ. അപ്പോൾ എ ആണ് ഇതെന്ന് വിചാരിച്ചോ. എ വിൽ ഗീവ് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് കോമ്പൗണ്ട് എന്നാണ് പറഞ്ഞത്. ഹൈഡ്രജൻ ആഡ് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ ഇങ്ങോട്ട് കയറ്റി ആഡ് ചെയ്ത് CCCCl സിംഗിൾ ബോണ്ട് CC വരും. ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആ, കാരണം ദിസ് ഇസ് CH3 CH2 CH2 CH3. കണ്ടോ, ഇയാളുടെ ഒരു വാലൻസി ക്ലോറിൻ ഒരു വാലൻസി ഹൈഡ്രജൻ, പക്ഷേ ബാക്കി 2 വാലൻസിയും സെയിമാണ്. സോ ദിസ് ഇസ് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണ്, കൈറാൽ കാർബൺ ഇല്ല. അടുത്തത് രണ്ടാമത്തെ ബി എന്ന് പറയുന്ന കോമ്പൗണ്ട് Pent2ene 2-chloro-pent2ene ആണ്, അല്ലേ. 1 2-chloro
1,2 ക്ലോറോ പെൻറ്റൂയിൻ ആണ്. ഇതിനെ നിങ്ങൾ ഹൈഡ്രജനേഷൻ നടത്തുന്ന സമയത്ത് CCC, and C. So this is CH3, CH2, CH2, CH, CH3, Cl. Now it is chiral. കാരണം ഒരെണ്ണം പ്രൊപ്പൈൽ, ഒരെണ്ണം ക്ലോറിൻ, ഒരെണ്ണം മീഥൈൽ, ഒരെണ്ണം ഹൈഡ്രജൻ. സോ ആൻസർ ഈസ് ഓപ്ഷൻ 3 വരും. ഒരാൾ ഒപ്റ്റിക്കലി ഇനാക്റ്റീവും ഒരാൾ ഒപ്റ്റിക്കലി ആക്റ്റീവ് അല്ലെങ്കിൽ കൈറാൽ കോമ്പൗണ്ടും കിട്ടുന്നു. അതുപോലെ എല്ലാം എഴുതി നോക്കണം കേട്ടോ. 41. Alcohol can be prepared by which of the following method? By hydration of alkene പറ്റും അല്ലേ? ആൽക്കീനെ ഹൈഡ്രേഷൻ നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം CH2 ഡബിൾ ബോണ്ട് CH2 if you add with H2O in presence of acid you will get CH3 CH2OH hydration വഴി കിട്ടും. Then by reduction of carbonyl compound, for example RCHO, if you are reducing it with hydrogen in nickel, so this is RCH2OH primary alcohol കിട്ടും. By reaction of primary aliphatic amine, yes RNH2 with nitrous acid. ഇപ്പോൾ നമ്മൾ പറഞ്ഞോളൂ നൈട്രസ് ആസിഡ് ഡയോസൈറ്റൈസേഷൻ വഴിയാണ്, പക്ഷേ ആൽക്കൈൽ ഡൈസോണിയം ക്ലോറൈഡുകൾ സ്റ്റേബിൾ അല്ല, അതപ്പം തന്നെ ആൽക്കഹോളിലേക്ക് മാറും. സോ ആൻസർ ഈസ് ഓൾ ഓഫ് ദിസ് ഓപ്ഷൻ 4. 42. മെത്തനോൾ ഈസ് ഇൻഡസ്ട്രിയലി പ്രിപ്പയർഡ് ബൈ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കിടപ്പുണ്ട് എത്തനോളിൻ്റെയും മാനുഫാക്ചർ. മെത്തനോളിനെ നമ്മൾ ഇൻഡസ്ട്രിയലി ഉണ്ടാക്കുന്നത് വാട്ടർ ഗ്യാസ് എടുത്തിട്ട് അതിലേക്ക് സിങ്ക് ഓക്സൈഡും ക്രോമിയം ട്രയോക്സൈഡും ഇട്ട് റിയാക്ട് ചെയ്യിപ്പിക്കും. സോ ദി റിഡക്ഷൻ ഓഫ് CO യൂസിങ് H2 ആൻഡ് സിങ്ക് ഓക്സൈഡ് Cr2O3 കാറ്റലിസ്റ്റ്. ആൻസർ ഈസ് ഓപ്ഷൻ 4 ആണ് കേട്ടോ. NCERT ഡയറക്ട്ലി കൊടുപ്പുണ്ട് ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് മെത്തനോൾ. Then when vapors of an alcohol are passed over hot reduced copper, it gives an alkene. The alcohol is tertiary. കാരണം പ്രൈമറി ആൽക്കഹോൾ ആണ് എങ്കിൽ കോപ്പറിൻ്റെ പുറത്തുകൂടി 573 കെൽവിനിൽ പാസ് ചെയ്യുമ്പം ആൽഡിഹൈഡ് കിട്ടും. സെക്കൻഡറി ആൽക്കഹോൾ ആണെങ്കിൽ നിങ്ങൾക്ക് സെയിം മെത്തേഡിൽ കീറ്റോൺ കിട്ടും. ടെർഷ്യറി ആൽക്കഹോൾ ആണെങ്കിൽ മാത്രം സെയിം മെത്തേഡിൽ ആൽക്കീൻ കിട്ടും. അതിൽ ഈ രണ്ട് പ്രോസസ്സ് ഹൈഡ്രജൻ്റെ റിമൂവൽ ആണെങ്കിൽ ഇത് വാട്ടറിൻ്റെ റിമൂവലാണ്, ഡീഹൈഡ്രേഷൻ. സോ ആൻസർ ഈസ് ഓപ്ഷൻ 3 വരും. 44. During dehydration of alcohol to alkene by treatment with a concentrated sulfuric acid, the initial step is എന്നാണ് ചോദ്യം. അതായത് ഒരു ആൽക്കീൻ ഉണ്ടാക്കാൻ വേണ്ടി ആൽക്കഹോൾ എടുക്കുന്നു, CH3 CH2OH വിത്ത് 2 lone pair on oxygen വിത്ത് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. ഫസ്റ്റ് നടക്കുന്ന എന്താണ്, ഇത് ഈ H+ പോയി എടുക്കുന്നു. സോ ദിസ് ഇസ് CH3 CH2 ഓക്സിജൻ, ഒരു ലോൺ പെയർ മിച്ചമുണ്ട്, ഒരു പോസിറ്റീവ് ചാർജ് വരും OH2. സോ ദിസ് ഇസ് കോൾഡ് protonation of alcohol molecule. Answer is option 2, protonation. When phenol is distilled with zinc dust, അല്ലേ, നിങ്ങൾ NCERT ഡയറക്ട്ലി കിടക്കുന്നതാണ്. ഫിനോളിനെ നമ്മൾ സിങ്ക് ഡസ്റ്റ് വെച്ച് ഡിസ്റ്റിലേഷൻ നടത്തി കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ബെൻസീൻ ആൻഡ് സിങ്ക് ഓക്സൈഡ്. ബെൻസീനും കിട്ടും, സിങ്ക് ഓക്സൈഡും കിട്ടും. സോ ആൻസർ ഈസ് ഓപ്ഷൻ 1. 46. Which of the following reagent will give alkyl chloride from alcohol? SOCl2 is best. അല്ലേ, SOCl2 is the best reagent. PCl3 തരും. HCl anhydrous ZnCl2 നിങ്ങൾക്കറിയാം ലൂക്കാസ് reagent അല്ലേ. ലൂക്കാസ് reagent is also used for preparing alkyl halide from alcohol. So answer all of this. 47. Which of the following reaction does not satisfy the open chain structure of glucose? ഇതും ഞാൻ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ചെയിൻ സ്ട്രക്ചർ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഗ്ലൂക്കോസ് ഓൺ റിഡക്ഷൻ വിത്ത് HI ആൻഡ് റെഡ് ഫോസ്ഫറസ് അറ്റ് 373 ഗീവ്സ് നോർമൽ ഹെക്സൈൻ ആൻഡ് 2-iodo ഹെക്സൈൻ. നിങ്ങൾക്കറിയാം ഗ്ലൂക്കോസിനെ HI വെച്ച് ട്രീറ്റ് ചെയ്യുമ്പം നോർമൽ ഹെക്സൈൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഗ്ലൂക്കോസിൻ്റെ അകത്ത് 6 കാർബൺ ഒരു സ്ട്രേറ്റ് ചെയിൻ ഫാഷനിലാണ്. ദെൻ ഗ്ലൂക്കോസ് റിയാക്ട്സ് വിത്ത് ഹൈഡ്രോക്സിലമീൻ. ഗ്ലൂക്കോസ് ഒരു ആൽഡിഹൈഡ് ആയതുകൊണ്ട് ഹൈഡ്രോക്സിലമീനായിട്ട് റിയാക്ട് ചെയ്ത് ഓക്സൈമും HCNO-ആയിട്ട് റിയാക്ട് ചെയ്ത് സൈനോഹൈഡ്രനും കിട്ടും. ദെൻ D+ ഗ്ലൂക്കോസ് ഫോംസ് 2 ഐസോമെറിക് മീഥൈൽ ഗ്ലൂക്കോസൈഡ്സ്. അത് നടക്കില്ല, കാരണം ഓപ്പൺ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒറ്റൊരെണ്ണം ഉള്ളൂ. നമ്മൾ റിങ് പൈറാനോ സ്ട്രക്ചറിലേക്ക് മാറ്റുമ്പം C1 കാർബൺ ആറ്റത്തിൽ ഡിഫറൻസ് വരും. ആൻഡ് ദാറ്റ് കാർബൺ ഈസ് കോൾഡ് അനോമറിക് കാർബൺ. ആ കാർബണിൽ ഡിഫറൻസ് വരുമ്പോഴാണ് ആൽഫ ഫോമും ബീറ്റ ഫോമും എക്സിസ്റ്റ് ചെയ്യുക. അപ്പോഴാണ് 2 ഐസോമറായിട്ട് ഗ്ലൂക്കോസിന് ഇരിക്കാൻ പറ്റുള്ളൂ. അതൊരിക്കലും ഓപ്പൺ സ്ട്രക്ചർ വെച്ച് പറയാൻ പറ്റില്ല.
Then acetylation of glucose gives acetic anhydride gives glucose pentacetate. Because glucose-ലെ 5 OH ഗ്രൂപ്പ് ഉണ്ട്, 5 OH ഗ്രൂപ്പും അസറ്റൈലേഷൻ നടക്കണം. അത് ഓപ്പൺ സ്ട്രക്ചർ വെച്ചേ പറയാൻ പറ്റുള്ളൂ. കാരണം എന്താ, അവിടെയാണ് 5 OH ഉള്ളത്. അപ്പോൾ ഓപ്പൺ സ്ട്രക്ചർ വെച്ച് പറയാൻ പറ്റാത്തത് ഓപ്ഷൻ 3 ആണ് അല്ലേ. 2 ഐസോമറിക് മീഥൈൽ ഗ്ലൂക്കോസൈഡ് എന്ന് വെച്ചാൽ ആൽഫ ആൻഡ് ബീറ്റ ഫോം. ദിസ് ഇസ് ഓൺലി ഇൻ റിംഗ് സ്ട്രക്ചറാണ്. റിംഗ് സ്ട്രക്ചറിലേ പറയാൻ പറ്റൂ. 48. The linkage between 2 monosaccharide unit in lactose, C1 of galactose and C4 of glucose. നിങ്ങൾക്കറിയായിരിക്കും അല്ലേ. C1 of beta D galactose and C4 of beta D glucose ആണ്. മറക്കരുത് കേട്ടോ, ബീറ്റ ഡി ആണ്. അടുത്തത്, denaturation of protein leads to loss of its biological activity by losing its secondary and ടെർഷ്യറി സ്ട്രക്ചർ. മുട്ടയൊക്കെ പുഴുങ്ങുമ്പം ദാറ്റ് ഈസ് ആക്ച്വലി ഡീനേച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻ. അതിൽ എന്ത് സംഭവിക്കും, ടെർഷ്യറി സെക്കൻഡറി സ്ട്രക്ചറുകളെല്ലാം റീകോയിൽ ചെയ്യും. അതായത് ഇങ്ങനെ കോയിലായിട്ടിരിക്കുന്നതെല്ലാം തിരിച്ച് റീകോയിൽ അഴിഞ്ഞ് പ്രൈമറി സ്ട്രക്ചറിലോട്ട് മാറുക ചെയ്യുക. അപ്പോൾ ശരിക്കും ഡീനേച്ചേർഡ് പ്രോട്ടീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ടെർഷ്യറി സെക്കൻഡറി സ്ട്രക്ചറുകൾ നശിച്ച് പ്രൈമറിയിലോട്ട് വരും. സോ ലോസ് ഓഫ് ബോത്ത് സെക്കൻഡറി ആൻഡ് ടെർഷ്യറി സ്ട്രക്ചർ. ആൻസർ ഈസ് ഓപ്ഷൻ 4 ആണ് കേട്ടോ. And last question, the amino acid which is not optically active is glycine. Glycine എന്ന് പറയുമ്പം NH2CH2COOH ആണ്. അലാനിൻ വരുമ്പം NH2CH3COOH ആണ്. നോക്കിയേ, ഇവിടെ കാർബണിൽ 2 വാലൻസി ഹൈഡ്രജനാണ്, പക്ഷേ ഈ കാർബൺ കൈറാലാണ്, NH2CH3HCOH. ഇനി അങ്ങോട്ട് വരുന്ന എല്ലാ അമിനോ ആസിഡുകളും കൈറാലാണ്, ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. പക്ഷേ ഇതൊന്നും ഒപ്റ്റിക്കലി ആക്റ്റീവ് അല്ല. ലാക്റ്റിക് ആസിഡ് അമിനോ ആസിഡേ അല്ല, സെറീൻ അമിനോ ആസിഡാണ്, അലാനിൻ അമിനോ ആസിഡാണ്. ആൻഡ് ആൻസർ ഈസ് ഓപ്ഷൻ 4 ആണ്. അങ്ങനെ നമ്മളുടെ യൂണിറ്റ് 1-ൻ്റെയും 3-യുടെയും അല്ലേ ഡിസ്കഷനാണ്. കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ നേരത്തെ കണ്ടതാണ്. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ആകെ കുറച്ച് ലെങ്തി ആയിട്ടുള്ളൊരു പ്രോബ്ലം ചെയ്ത് ഇലക്ട്രോ കെമിസ്ട്രിയിലാണ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനായിട്ട് കാണുന്നവരെ ടേക്ക് കെയർ, ബൈ ബൈ.